അങ്ങനെ നമ്മുടെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും പി ജോസഫ് സാർ നയിക്കുന്ന ജോസഫ് ഗ്രൂപ്പും അനൂപ് ജേക്കബ് നയിക്കുന്ന ജേക്കബ് ഗ്രൂപ്പും കെ ബി ഗണേഷ് കുമാർ മിനിസ്റ്റർ നയിക്കുന്ന ആർ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പും ആൻ്റണി രാജു നയിക്കുന്ന സ്കറിയ തോമസ് വിഭാഗവും പിന്നെ ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു, ഇത് പറഞ്ഞു വരുമ്പോൾ ഒരുപാടുണ്ട്. അങ്ങനെ എല്ലാ കേരള കോൺഗ്രസും കൂടി എന്തിനാണ് ഇങ്ങനെ പല പല കഷ്ണങ്ങളായി പലയിടത്ത് ചിന്തിച്ചെതിരെ കിടക്കുന്നത്? മക്കളെ, നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ചുകൂടെ? നിങ്ങളൊന്നിച്ചാൽ കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയമാകില്ലേ? വലിയ വോട്ട് ബാങ്കായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പലതും നിൽക്കുന്ന മുന്നണിയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ലേ? മുന്നണികൾ വേണമെങ്കിൽ മാറി മാറി നിൽക്കുകയും ചെയ്യാം, അത് വേറെ വിഷയം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പറയുന്നതും മാർ തോമസ് തറയിൽ എന്ന് പറയുന്ന ഒരു വളരെ പ്രമുഖനായിട്ടുള്ള പിതാവാണ്. അദ്ദേഹം അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയാണ്, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയാണ് മാർ തോമസ് തറയിൽ. അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ജോബിനസ് കൊട്ടാരം രചിച്ചിട്ടുള്ള പി ജെ ജോസഫ് കാലഘട്ടത്തിൻ്റെ മുമ്പേ സഞ്ചരിച്ച കർമ്മയോഗി എന്ന പുസ്തകത്തിന് അതിൻ്റെ ഒരു പ്രകാശന ചടങ്ങിൽ ചങ്ങനാശ്ശേരി വെച്ച് നടന്ന പ്രകാശന ചടങ്ങിലായിരുന്നു ഈ അതിരൂപതയുടെ പിതാവ് ഇങ്ങനെ പറഞ്ഞത്. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണ് അത്, 100% കറക്റ്റാണ്. പി ജെ ജോസഫ് സാറ് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായി വോട്ട് ചെയ്യുന്നവരിൽ നിന്നും പല വോട്ടുകളും മാറി തിരിഞ്ഞു പോകുന്നതിലുള്ള ആശങ്കയും തിരുമേനിയും ആ പിതാവ് പറഞ്ഞു. ചെയർമാൻ മറുപടി, പി ജോസഫ് സാർ മറുപടി പ്രസംഗം നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ മന്ത്രിയാണ്, അദ്ദേഹം എം.എൽ.എ. ആണ്, അദ്ദേഹം കോട്ടയം എം.എൽ.എ. ആണ്, അദ്ദേഹമായിരുന്നു അധ്യക്ഷൻ, ചങ്ങനാശ്ശേരി വെച്ചാണ്. അതുപോലെ കടുത്തുരുത്തി എം.എൽ.എ. മോൻസ് ജോസഫ്, ഉന്നതാധികാര സമിതി അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എം.എൽ.എ., വളരെ പ്രധാനപ്പെട്ട ആളുകളല്ല. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ്, കെ സി ജോസഫ്, കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്, അതുപോലെ തന്നെ ഗ്രന്ഥകാരനായിട്ടുള്ള ജോബിൻ എസ് കൊട്ടാരം തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. പി ജോസഫ് സാറ് പഠിച്ചിരുന്ന പിന്നെ കോളേജിൻ്റെ എസ് ബി കോളേജ്, ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് പ്രിൻസിപ്പൽ ഡെറ്റി കൂത്തുപറമ്പിൽ ശതാഭിഷിതനായ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടെയായ പി ജോസഫ് സാറിന് പിന്നെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ചടങ്ങിൽ വെച്ചാണ് കേരള കോൺഗ്രസ്സിൽ ഒന്നിക്കണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുള്ളത്. നമുക്കറിയില്ല കേരള കോൺഗ്രസ്സിൽ ഒന്നിക്കുമില്ലേ എന്ന്. എന്തായാലും ഞങ്ങൾ പലപ്പോഴും പറയുന്നതാണ്, മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും ലയിക്കും. ആ ലയനത്തിലേക്ക് മറ്റുള്ളവർ കൂടി ലയിക്കുമോ? എത്ര കാലം കൊണ്ട് ഇത് ലയനം നടക്കും? അതോ നമ്മുടെ കേരള കോൺഗ്രസ് എസിലെ ഉണ്ണികൃഷ്ണൻ, കെ പി ഉണ്ണികൃഷ്ണൻ വടകര, അദ്ദേഹം കോൺഗ്രസ്സിൽ ലയിച്ചിട്ടും പിന്നെ ലയനം നടന്നില്ല, നന്നായിട്ട് പൂർണ്ണമായി ലയിച്ചില്ല. അതിന് പറഞ്ഞത് കെ പി ഉണ്ണികൃഷ്ണൻ ഭയങ്കര തടിയാണ്, ഒരു 100 കിലോ വെയിറ്റ് ഉണ്ട്, അപ്പോൾ 100-110 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും വെയിറ്റുള്ള ഒരാൾ ലയിക്കേണ്ടത് എന്നൊക്കെ ഒരു പരിഹാസം ട്രോളെന്ന് ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത്. അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ലയനം നടക്കുമോ? നടന്നാൽ കേരള കോൺഗ്രസ് നമ്മുടെ പിതാവ് ആഗ്രഹിക്കുന്ന പോലെ കേരളത്തിലെ നമ്പർ 1 പാർട്ടിയായി മാറുമോ?